പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പോട്ടാണ്. അപ്പം എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പഴയൊരു PVC പൈപ്പിൻ്റെ കുറച്ച് ഭാഗമാണ്. അപ്പം PVC പൈപ്പില്ലെങ്കിൽ നമുക്ക് പഴയ പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നാലും മതിയാവും. അതിന് നമ്മൾ പോട്ടിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും പിന്നെ കുറച്ച് പഴയ കോട്ടൺ തുണിയും. അപ്പോൾ കോട്ടൺ തുണി ആ സിമൻറ്റിൽ നല്ലവണ്ണം മുക്കിയിട്ട് നമ്മൾ ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ പൈപ്പിൻ്റെ പുറത്തെ സൈഡിൽ നല്ലവണ്ണം റൗണ്ടിന് നല്ല കട്ടിക്ക് തന്നെ ചുറ്റി കെട്ടുക. അപ്പോൾ ഇങ്ങനെ നല്ല കട്ടിക്ക് തന്നെ ചുറ്റി കെട്ടിയിട്ട് ഏകദേശം അതിനൊന്ന് നല്ലവണ്ണം ഉണങ്ങാൻ വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒന്ന് മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഏകദേശം ഒരു ദിവസം 1-2 ദിവസം വെയിലത്ത് വയ്ക്കാൻ നേരം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മണലും സിമൻറ്റും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പം മണൽ 1 കപ്പ് മണലും 1 കപ്പ് സിമൻറ്റും എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്, 1+1. അപ്പോൾ അത് രണ്ടും തുല്യ അളവിൽ തന്നെ നമുക്ക് എത്ര ചേർക്കുന്ന അതേ അളവിന് മണലും സിമൻറ്റും കൂടെ മിക്സ് ചെയ്ത് വെള്ളവും കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ പുറത്തെ സൈഡിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് കനവൊന്നും വേണ്ട, നൈസ് ആ തുണിയുടെ പാടൊക്കെ ഒന്ന് മറഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ ഓട്ടിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ റൗണ്ട് ഷേപ്പിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ചെറിയ കനത്തിന് മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അടിസൈഡ് നമുക്കൊന്ന് അടച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സിമൻറ്റ് ഒരു 1/2 ഇഞ്ച് കനത്തിന് ഒരു പേപ്പറിൻ്റെ മുകളിലെല്ലാം ഒന്ന് റൗണ്ടിന് നിരത്തി കൊടുക്കുക. അതിലോട്ട് നമ്മുടെ പോട്ടെടുത്ത് കറക്റ്റ് വെച്ചിട്ട് അതിൻ്റെ അടിസൈഡും കൂടെ ഒന്ന് തേച്ച് ലെവൽ ചെയ്തിടുക. അപ്പോൾ ഇതും കൂടെ ഏകദേശം ഒരു ദിവസം കൂടെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കണം. തേച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ പുറത്തെ സൈഡിലുള്ള തടുപ്പൊക്കെ മാറാൻ വേണ്ടി ബ്രഷിനൊന്ന് നല്ലവണ്ണം ബ്രഷും കൂടെ ചെയ്ത് കൊടുക്കുക. ഇപ്പം ബാക്കിയുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് പറ്റാനുണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് കരണ്ടി ഉപയോഗിച്ച് ചെറുതായിട്ട് സിമൻറ്റ് കോരി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ആ തടുപ്പെല്ലാം മാറാൻ വേണ്ടി നമുക്ക് ബ്രഷും കൂടെ ഒന്ന് നല്ലവണ്ണം ഓടിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ആ ബ്രഷും കൂടെ ഉപയോഗിച്ചൊന്ന് തുടച്ചു കൊടുക്കുമ്പം അതിൻ്റെ പുറത്തുള്ള ആ പാടകളൊക്കെ ഏകദേശം മാറി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണി അല്ലെങ്കിൽ മൂർച്ചയുള്ള മറ്റെന്തെങ്കിലും കൊണ്ട് അതിൻ്റെ പുറത്തെ സൈഡ് മൊത്തത്തിൽ നല്ലവണ്ണം വരകളും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് അടിയുടെ പുറത്ത് വരുന്ന ഡിസൈൻ ചെയ്യാൻ പെട്ടെന്ന് ആണി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ നല്ലവണ്ണം വരകൾ ഇട്ട് കൊടുക്കുക ശ്രമിക്കുക. അപ്പോൾ പുറത്തെ സൈഡും ഇതേ കണക്ക് തന്നെ നല്ലവണ്ണം ആണി ഉപയോഗിച്ച് വരകൾ ഇട്ട് കൊടുത്തിട്ട് അടുത്ത് ഇനി നമുക്ക് ഒരു ദിവസം അതിനൊന്ന് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് അതിനെ ഇളക്കിയെടുത്ത് അതിൻ്റെ അടിസൈഡിൽ വേണമെങ്കിൽ ചെറിയൊരു ഹോൾസും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ തടിയുടെ പുറത്ത് വരുന്ന ചെറിയ ചെറിയ ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി മണലും സിമൻറ്റും കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്തുള്ള ചെറിയ പാടുകളൊക്കെ നമുക്ക് കരണ്ടി ഉപയോഗിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കണക്ക് നമുക്ക് എവിടെയെല്ലാം വേണോ അവിടെയെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റും. അത് ചെയ്തിട്ട് അതിൻ്റെ പുറത്തും കൂടെ കുറച്ച് വരകളും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ തടിയുടെ ഒരു ഒറിജിനാലിറ്റി കിട്ടും.
അപ്പോൾ ഞാനിവിടെ 2 സൈഡിൽ നമ്മുടെ തടിയുടെ പുറത്തൊക്കെ വരുന്ന ചെറിയ ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എവിടെയെല്ലാം വേണോ അവിടെയെല്ലാം കൊടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ തടിയുടെ അകത്തെ ഭാഗമാണ് നമ്മളിപ്പം കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ പുറത്ത് വരുന്ന ഡിസൈനും കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സിമൻറ്റ്, മണൽ തുല്യ അളവിൽ തന്നെ മിക്സ് ചെയ്യുക. അതിന് ഒരു മീഡിയം ലൂസിന് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്ത് കരണ്ടി കൊണ്ട് തന്നെ കോരി ചെറിയ കനത്തിന് വെച്ചിട്ട് നമുക്ക് ചെറിയ കരണ്ടി കൊണ്ട് തന്നെ ചെറിയ ചെറിയ വരകളും കൂടി ഇട്ടു. അപ്പോൾ ആ തടിയുടെ പുറത്ത് വരുന്ന ആ തോട് ഭാഗത്തിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമുക്ക് ഇടവിട്ട് അതേ കണക്കും കൂടെ ഒന്ന് വരച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏകദേശം ഉള്ള സൈഡിലൊക്കെ ഇത് കണക്ക് തന്നെ ഒരു ലൂസിന് തന്നെ ആ സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്ത് കോരി വെച്ചിട്ട് ചെറിയ ചെറിയ വരകൾ അതിലോട്ട് ഒന്ന് ചെറിയ കരണ്ടി കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പുറത്ത് വരുന്ന ആ തോട് ഭാഗമൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഒരു 2 ദിവസം നല്ലവണ്ണം വെള്ളത്തിലെല്ലാം ഇട്ട് വെച്ചിരിക്കുക, നനയ്ക്കാം. അത് കഴിഞ്ഞ് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കളർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പുറത്ത് വരുന്ന ആ തോട് ഭാഗത്തൊക്കെ നമുക്ക് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അകത്തെ സൈഡിൽ മൊത്തത്തിൽ വേണമെങ്കിലും നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആ തോട് ഭാഗം വരുന്ന അവിടെ മാത്രമേ ബ്ലാക്ക് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ് ഇതിനെല്ലാം എടുത്തേക്കുന്നത്. അപ്പോൾ ആക്രിലിക്കിൻ്റെ ഏത് കളർ കൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അടുത്ത് ബ്ലാക്ക് ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം പിന്നെ അകത്തെ സൈഡിൽ നമുക്ക് ആക്രിലിക്കിൻ്റെ തന്നെ ബാൻസീനയും ടെറാക്കോട്ടയും കൂടെ ചെറിയ അളവിൽ മിക്സ് ചെയ്യുക. അതിൻ്റെ പുറത്തെ സൈഡിൽ ബേസിക്കായിട്ട് ഒന്ന് കോട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ആക്രിലിക്കിൻ്റെ തന്നെ ബാൻസീനയും ആക്രിലിക്കിൻ്റെ ബ്ലാക്കും കൂടെ ചെറിയ അളവിൽ മിക്സ് ചെയ്ത് നമുക്ക് ആ പുറത്തെ സൈഡ് അതിൻ്റെ പുറത്തും കൂടെ ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ബാൻസീനയും ആക്രിലിക്കിൻ്റെ ലൈറ്റ് എല്ലാം കൂടെയാണ്. അതും കൂടെ തുല്യ അളവിൽ മിക്സ് ചെയ്ത് അതിനെയും കൂടെ നമുക്ക് ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. ഏകദേശം നമ്മുടെ തടിയുടെ അകത്ത് വരുന്ന ആ ഒരു കളർ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.